കർത്താവ് ജീവിക്കുന്നു. കർത്താവ് പ്രിയരെ, നമ്മുടെ പ്രത്യാശ, സർവ്വ മനുഷ്യർഗത്തിൻ്റെയും പ്രത്യാശ യേശുക്രിസ്തു ഉയർത്തി ജീവിക്കുന്നവർ. യേശുക്രിസ്തു ഉയർത്തി ജീവിക്കുന്നു. കർത്താവിന് ഉയർത്തുന്നതെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർക്ക് തന്നെയാണ് 500-ലധികം സഹോദരന്മാർക്ക് 40 നാളോളം വിവിധ സ്ഥലങ്ങളിൽ വെച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നു എന്ന് അന്ന് തെളിയിക്കുകയുണ്ടായി. അതേ തുടർന്ന് എന്നെ പിൻപറ്റിയ ശിഷ്യന്മാർ ഈ 2000 വർഷത്തെ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്കുണ്ട്. യേശു കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതിനാൽ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പിതാവിന്റെ നാമശുദ്ധ വചനത്തിലൂടെ പഠിക്കുന്നത് നമ്മുടെ പ്രത്യാശയാണ്. നാളുകളൊക്കെ നമ്മുടെ ആയുസ്സിനെ ദൈവം വഴി നടത്തും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ലോകത്തിൽ ഇപ്പോൾ 700 കോടിയിലധികം ജനങ്ങളുണ്ട്. അതിൽ ഒരു മനുഷ്യൻ പോലും, ഒരു ജീവിതം പോലും പാഴ് അല്ലെങ്കിൽ വേസ്റ്റ്, അബദ്ധം, ആക്സിഡന്റ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടു. എല്ലാ മനുഷ്യരെയും ജാതിമത അർത്ഥം ഇല്ലാതെ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഓടിത്തിരിക്കുക, ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഈ പ്രിയ ഭവനത്തിലെ പ്രിയ മാതാപിതാവും ഞങ്ങളുടെ ജീവിത ദൗത്യം കർത്താവിന്റെ സന്നിധിയിലും സമൂഹത്തിലും സഭയിലും ഓടിത്തീർത്തു, തികച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും സാക്ഷിക്കാൻ കഴിയും. മക്കളൊക്കെയും അമേരിക്കയിലാകുന്ന പല പ്രാവശ്യം അവരുമായിട്ട് കാണുന്നതിനും ഞാനിവിടെ പെരുമ്പട്ടിയിലായിരുന്ന സമയത്തും കുടുംബത്തുമായിട്ടുള്ള ബന്ധത്തിന്റെ വെളിച്ചത്തിൽ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായ സാക്ഷി ജീവിതത്തിൽ സഭയോടും സമൂഹത്തോടും സമർപ്പിതരായി പ്രവർത്തിപ്പാൻ ഈ മാതാപിതാക്കളുടെ പ്രേരണ ജീവിതം അവർക്കെല്ലാവർക്കും മാതൃകയായി എന്ന് നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാം, അതിൽ പ്രത്യാശിക്കാം, അതിൽ അഭിനന്ദിക്കാം എന്നതിൽ സംശയമില്ല. ഞാൻ ഓർക്കുന്നു 60 ആണോ 65 വെഡിങ് ആനിവേഴ്സറി ന്യൂയോർക്കിൽ വെച്ച് 3 വർഷം മുമ്പ് കൂടിയപ്പോൾ ഞാൻ ആ മീറ്റിങ്ങിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചി ഒന്നിച്ച് കേക്ക് മുറുകയും ഒരു പ്രത്യേക സമ്മേളനം തന്നെ എല്ലാവരും കൂടെ ചേർന്ന് നടത്തി. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായി പ്രിയമാതാവിൻ്റെ പിതാവിൻ്റെ മക്കളുടെ എല്ലാവരും ജീവിതത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ പറയുന്നു 90-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ തക്കവണ്ണം ഞങ്ങൾ ഉദ്ദേശിക്കണം. ടീച്ച് us to number our days. എത്ര ചെറിയൊരു ആയുസ്സാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കിയാൽ ഇവിടെ ഇരിക്കുന്ന 50, 60, 80 വയസ്സുള്ളവരുടെ പുറകോട്ട് നോക്കിയാലില്ല ഇന്നലെ കഴിഞ്ഞതുപോലെ. ശരിയാണ്, നാം ഈ ലോകത്തിൽ അന്യരാണ്, പരദേശികളാണ്. നിത്യമായ വാസസ്ഥലം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഉറപ്പാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയാൽ പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. അനേക വാസസ്ഥലങ്ങൾ പണ്ടുകാലത്ത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. നമുക്കറിയാം, ദൈവം അനേക വാസസ്ഥലങ്ങൾ, ഗോളാന്തരങ്ങൾ, മിൽക്കി ഗാലക്സീസ്, നക്ഷത്ര സമൂഹങ്ങളൊക്കെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ശാസ്ത്രം നമ്മൾ വിളിച്ചറിയിക്കുമ്പോൾ സംശയത്തിന് കാരണമില്ല. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിങ്കൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിന്ന് വിശ്വാസികൾ നിൽക്കുകയും സകല ജാതികളെ ഒന്നിച്ചു കൂട്ടുകയും ചെയ്യുന്ന ന്യായവിധി ഉണ്ട്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർ ഓരോ മരണ ശുശ്രൂഷയും നടത്തുന്നത് മരിച്ചവർക്ക് വേണ്ടിയല്ല. ശുശ്രൂഷകൾ 3 ഉണ്ട്, ഒന്നും മരിച്ചവർക്ക് വേണ്ടിയല്ല. ജീവിച്ചിരിക്കുന്നവർ കർത്താവിനോടും സമൂഹത്തോടുള്ള സമർപ്പണത്തിൽ ജീവിക്കണം, സാക്ഷ്യം വഹിക്കണം. അതാവുന്നു നമ്മുടെ സന്ദേശം. കർത്താവ് നമ്മേവരെയും പ്രത്യാശയോട് നിറയ്ക്കട്ടെ. അവിടുത്തെ നാമമഹത്വത്തിന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായി നമ്മെയും അവിടുത്തെ മക്കളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെയും ഏവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ സ്വർഗത്തിന് ഭൂമിക്കുന്നതിനായി കർത്താവെ അവിടുത്തെ അനുഗ്രഹത്തിന് പ്രത്യാശയുടെ കൃപയുടെ ദൈവമായ സ്തോത്രം. വന്നുകൂടിയിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു. യേശു കർത്താവിന്റെയും രക്ഷിതാവുമായി എല്ലാ ജീവിതങ്ങളും വസിപ്പാൻ തക്കോണം താഴ്മയോടെ കൃപയോടെ കരുതി സമർപ്പിക്കാൻ ഓരോരുത്തർക്കും സഹായിക്കണമേ. നിങ്ങളെല്ലാവരും കർത്താവിനെ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രത്യാശയോടെ ജീവിതത്തോട്ട് കൂടുവാൻ സഹായിക്കണം. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ക്രമീകരണങ്ങളിലും സകലത്തിനും തിരുനാമഹത്വം വെക്കണം. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ പരിശുദ്ധ നാമത്തിൽ. അടുത്തായിട്ട് ഫോട്ടോ എടുക്കാം.